എന്റെ പൊന്നോ എന്നാ സൂപ്പർ ബിരിയാണിയാ. ഡൗട്ട് ഉണ്ടെങ്കിൽ വാ കാണിച്ചു തരാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതേപോലെ അടിച്ചെടുക്കണം. സവാള ഗിരിഗിരി ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുടി കെട്ടി വെക്കണം അമ്മ എന്നോട് പറയാറുണ്ട്. ഓർത്തപ്പോ അങ്ങ് കെട്ടി വെച്ചു. എന്നിട്ട് നമ്മുടെ ബീഫിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സവോളയും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കുക്കറിലിരുന്ന് അവൻ അങ്ങ് നന്നായിട്ട് വേവട്ടെ. പിന്നെ ഒരു മുഴുത്ത കലോ ചട്ടിയോ എന്തേലും എടുത്ത് അതിന്റെ അകത്തോട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറുവാപ്പട്ട ഗ്രാമ്പൂ മിക്സും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള തക്കാളി എന്നിവയെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ കണ്ട മസാല ഒന്നും ചേർക്കുന്നില്ല, ഓൺലി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി 2 സ്പൂൺ തൈരും കൂടി ഇട്ടപ്പോഴത്തേക്ക് സംഭവം റെഡി. എന്നിട്ട് നമ്മുടെ വെന്ത ബീഫ് എടുത്ത് ഇതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. ഇത് മാത്രം മതിയോ? ചോറ് വെക്കണ്ടേ? 1 ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് കണക്കിനാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. അരിയുടെ വേവ് കറക്റ്റ് ആയ ബിരിയാണി പകുതി ശരിയായി. കണ്ടില്ലേ ഈ ചോറിന്റെ ഒരു പാകം? ഇനി എന്താ അങ്ങോട്ട് ദമ്മിടുക. ബിരിയാണിയിലെ ഏറ്റവും എളുപ്പമുള്ള സെക്ഷൻ ഇത്. അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ വാരി കോരി ഇടും. യാ മോനെ എന്നാ മണം. മൈദ ഒഴിച്ചിട്ടുള്ള ദമ്മിടലൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ദമ്മിട്ടിട്ടുള്ള ബിരിയാണിയുടെ കാത്തിരിപ്പ് ഒരു വല്ലാത്ത കാത്തിരിപ്പാണ്. കാണാനായിട്ടൊക്കെ നല്ല ലുക്ക് ഉണ്ട്. എന്റെ പൊന്നോ എനിക്കെന്നെ സന്തോഷമാണോ. ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നുള്ളി പെറുക്കി കഴിക്കരുത്. കയ്യിൽ നല്ലോണം നിറച്ചങ്ങോട്ട് ഒരു വലിയ പിടിയെടുത്ത് വായിലോട്ട് വെക്കുക. അടിപൊളി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു.